നമ്മൾ ബ്രീഡിംഗ് ടെക്നിക്സ് ആയിരുന്നു പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ സെലക്ഷൻ പഠിച്ചു, ദെൻ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു, ആൻഡ് തേർഡ് വണ്ണാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്ലാന്റ് മെറ്റീരിയലിൻ്റെ ജീനോടൈപ്പ് ഓൾട്ടർ ചെയ്യുക. എങ്ങനെ? മ്യൂട്ടേഷൻ കൊടുത്തിട്ട്, ആ പ്ലാന്റ് മെറ്റീരിയലിന് മ്യൂട്ടേഷൻ കൊടുത്തിട്ട് ഒരു പുതിയൊരു ഫീനോടൈപ്പുള്ള പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിനെയാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദി ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം വിച്ച് മേ റിസൾട്ട് ഇൻ മാർക്ക്ഡ് ഫീനോട്ടിപ്പിക് ഓൾട്ടറേഷൻ. അതായത് നമ്മൾ ആ പ്ലാന്റിന് എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ കൊടുക്കും. അതൊരു ഫിസിക്കൽ മ്യൂട്ടേഷൻ ആവാം, അല്ലെങ്കിൽ കെമിക്കൽ മ്യൂട്ടേഷൻ ആവാം. അങ്ങനെ മ്യൂട്ടേഷൻ കൊടുത്താൽ നമുക്കറിയാം അവരുടെ ജീന് ചേഞ്ച് ആവും, ജീനോടൈപ്പ് ചേഞ്ച് വരും. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ജീനിന് മ്യൂട്ടേഷൻ കൊടുത്താൽ അവർ ഉണ്ടാക്കുന്ന mRNA ഡിഫറെൻ്റ് ആവും, ഓൾട്ടർ ആവും. ആ mRNA വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസും ഓൾട്ടർ ആവും. ആ പ്രോട്ടീൻസ് കാറ്റലൈസ് ചെയ്യുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസൊക്കെ ഓൾട്ടർ ആവും. അങ്ങനെ ഒരു പുതിയ ഫീനോടൈപ്പ് ആ പ്ലാന്റിന് കിട്ടും. ഓക്കെ, ഇൻ മോളിക്കുലാർ ടേംസ് മ്യൂട്ടേഷൻ ഈസ് എ പെർമനൻറ്റ് ആൻഡ് റിലേറ്റീവ്ലി റെയർ ചേഞ്ച് ഇൻ ദി ബേസ് കോമ്പോസിഷൻ ഓർ ഇൻ ദി നമ്പർ ഓഫ് സീക്വൻസ് ഓഫ് DNA ന്യൂക്ലിയോടൈഡ്. മോളിക്കുലാർ ടേമിൽ പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും DNA ന്യൂക്ലിയോടൈഡ്സിൽ വരുന്ന ചേഞ്ച്, ഈ ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മളൊന്നെങ്കിൽ എക്സ്റേ കൊടുക്കും, അതുപോലെയുള്ള ഗാമാ റേസ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ മ്യൂട്ടാജൻസിന് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു പെർമനൻറ്റ് ചേഞ്ച് DNA ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ്? DNA ഓൾട്രേഷൻ വന്നാൽ ഡെഫിനറ്റായിട്ടും അവരുടെ ഫിസിക്കൽ ട്രേറ്റിലും എന്തെങ്കിലും ഓൾട്രേഷൻ വരും. ഇങ്ങനെ നമ്മളൊരു പുതിയൊരു പ്ലാന്റ് വെറൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇങ്ങനെ മ്യൂട്ടേഷൻ ബ്രീഡിങ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രൊസീജിയേഴ്സിൽ മെയിൻലി 4 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ചോയ്സ് ഓഫ് മെറ്റീരിയൽ. ആദ്യം നമ്മൾ മ്യൂട്ടേഷൻ കൊടുക്കേണ്ട ആ ഒരു പ്ലാന്റിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യണം. ദ ക്രോപ്പ് വെറൈറ്റി ചൂസൺ ഫോർ മ്യൂട്ടാജെനസിസ് ഷുഡ് ബി ദ ബെസ്റ്റ് അഡാപ്റ്റഡ് വെറൈറ്റി. സച്ച് എ വെറൈറ്റി വിൽ ഹാവ് മോസ്റ്റ് ഡിസൈറബിൾ ആഗ്രോണമിക് ഫീച്ചേഴ്സ്. നമ്മളുടെ കൂട്ടത്തിലുള്ള പ്ലാന്റിൽ ഏറ്റവും ഡിസൈറബിൾ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഏറ്റവും സുപ്പീരിയർ വെറൈറ്റി ആയിരിക്കും മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുക. Only one or a few features of such variety can be altered through mutagenesis depending upon the objective of mutation. അതായത് നമുക്ക് ഇങ്ങനെ മ്യൂട്ടേഷൻ ബ്രീഡിങ് കൊടുത്താൽ 1-2 ക്യാരക്ടറിലെ ചേഞ്ച് ഉണ്ടാവും. അതായത് ഏത് ജീനിലാണോ ഓൾട്രേഷൻ സംഭവിച്ചത് ആ ജീനിൻ്റെ പ്രൊഡക്റ്റ്, അതായത് ഫിസിക്കൽ ട്രേറ്റിലായിരിക്കും അത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ ട്രേറ്റ്സിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവൂ. ഓക്കെ, സോ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതനുസരിച്ചായിരിക്കും ചേഞ്ച്. സപ്പോസ് നമ്മൾ ഡിസീസ് റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു പ്ലാന്റിന് വേണ്ടിയാണ് മ്യൂട്ടേഷൻ ചെയ്യുന്നത് വെച്ചാൽ ആ പെർട്ടിക്കുലർ ഡിസീസ് റെസിസ്റ്റൻറ്റിനുള്ള ജീനിലായിരിക്കും മ്യൂട്ടേഷൻ കൊടുക്കുക. സോ അതും ആ ഒരു ക്യാരക്ടറിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ചോയ്സ് ഓഫ് മ്യൂട്ടേജൻ. നമ്മൾ ഒരു സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റിനെ മ്യൂട്ടേഷന് വേണ്ടി സെലക്ട് ചെയ്തു. ഇനി അവർക്ക് മ്യൂട്ടേഷൻ കൊടുക്കണമെങ്കിൽ ഒരു മ്യൂട്ടേജൻ വേണം. വേരിയസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മ്യൂട്ടാജൻസ് ആർ യൂസ്ഡ് ഫോർ ദി ഇൻഡക്ഷൻ ഓഫ് മ്യൂട്ടേഷന്. മ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഫിസിക്കൽ ഓർ കെമിക്കൽ മ്യൂട്ടാജൻ യൂസ് ചെയ്യുന്നുണ്ട്. ദ ചോയ്സ് ഓഫ് മ്യൂട്ടാജൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്ലാന്റ് പാർട്ട് ടു ബി ട്രീറ്റഡ്. ഏത് പാർട്ടാണോ മ്യൂട്ടേഷന് വിധേയമാകേണ്ടത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഏത് ടൈപ്പാണ് മ്യൂട്ടാജൻ എന്ന് തിരഞ്ഞെടുക്കുന്നത്. 2 ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ മ്യൂട്ടേഷൻ ആൻഡ് കെമിക്കൽ മ്യൂട്ടേഷൻ. Generally,
Chemical mutagens are preferred for seed treatment and physical mutagens, mostly radiations, are preferred for the treatment of vegetative parts. നമ്മൾ ഈ സ്റ്റെം കട്ടിങ്, ബൾബ് അങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പാർട്ട് യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ചെമ്പരത്തിയുടെ ഒക്കെ സ്റ്റെം കട്ടിംഗ് ആണ് നമ്മൾ അടുത്ത പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ ഈ ഫിസിക്കൽ മ്യൂട്ടേജനാണ് യൂസ് ചെയ്യുക. ഇനി സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ്, അവരുടെ കേസിൽ സീഡഡ് പ്ലാന്റ്സിൻ്റെ കെമിക്കൽ മ്യൂട്ടേജൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ദെൻ ഫിസിക്കൽ മ്യൂട്ടേജൻ ഏതൊക്കെയാണ്? എക്സ്-റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ UV റേസ്. കെമിക്കൽ മ്യൂട്ടേജന് പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾ മ്യൂട്ടേഷനിൽ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതായിരിക്കും. ഒന്ന് ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ്, അതിന് എക്സാമ്പിളാണ് EMS, ഈത്തൈൽ മീത്തൈൽ സൾഫോണേറ്റ്. ദെൻ MMS, മീത്തൈൽ മീത്തൈൽ സൾഫോണേറ്റ് ആൻഡ് ഈത്തൈൽ സൾഫോണേറ്റ്, ഇതൊക്കെ. ദെൻ ബേസ് അനലോഗ്സ് ഉണ്ട്. ആ ഒരു നമ്മളുടെ DNA ബേസിന് അനലോഗായിട്ടുള്ള കെമിക്കൽ മോളിക്യൂൾസ് ആണ്. എക്സാമ്പിളാണ് 5-bromouracil, ദെൻ 2-aminopurine, ഇതൊക്കെയാണ്. ദെൻ ആക്രിഡിൻ ഡൈസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ആക്രിഫ്ലാവിൻ, പ്രോഫ്ലാവിൻ. ദെൻ ബാക്കി ഏജൻസ്, വേറെയും ഏജൻസ് ഉണ്ട്. ഒന്നാണ് നൈട്രസ് ആസിഡ് ആൻഡ് ഹൈഡ്രോക്സിലാമിൻ സോഡിയം അസൈഡ്. ഇത്രയ്ക്കുമാണ് മ്യൂട്ടേജൻസ് നമ്മൾ കെമിക്കൽ മ്യൂട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് മ്യൂട്ടാജനിക് ട്രീറ്റ്മെൻറ്റ്? നമ്മുടെ കയ്യിലിപ്പം പ്ലാന്റ് മെറ്റീരിയലുമായി മ്യൂട്ടേജനുമായി ഇനി എങ്ങനെയാണ് നമ്മൾ ഈ മ്യൂട്ടേഷൻ കൊടുക്കുന്നത് എന്നാണ്. മ്യൂട്ടാജനിക് ട്രീറ്റ്മെൻറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് 3 മെയിൻ ഫാക്ടേഴ്സ്. ഒന്ന് പ്ലാന്റ് സ്പീഷീസ്, ദെൻ ഡോസ് ഓഫ് മ്യൂട്ടാജൻ ആൻഡ് തേർഡ് വൺ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളാണ് മ്യൂട്ടാജനിക് ട്രീറ്റ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് പ്ലാന്റ് സ്പീഷീസ്. നമ്മൾ പറഞ്ഞു സീഡ് പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ സീഡായിരിക്കും നമ്മൾ മ്യൂട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് സ്പീഷീസിൻ്റെ കേസിലാണെങ്കിൽ ബഡ്സ് അല്ലെങ്കിൽ കട്ടിങ്സ്, അതായിരിക്കും ആ സ്പീഷീസിൻ്റെ ബഡ്സ് അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ ലീഫ്, ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി മ്യൂട്ടാജൻ്റെ ഡോസാണ് പറയുന്നത്. ഓക്കെ, ദ മ്യൂട്ടാജൻ ഡോസ് വാരീസ് ഫ്രം സ്പീഷീസ് ടു സ്പീഷീസ്. ഓരോ സ്പീഷീസിലും നമ്മൾ കൊടുക്കുന്ന ആ മ്യൂട്ടാജൻ്റെ ഡോസ് വെവ്വേറെ ആയിരിക്കും. എ മ്യൂട്ടാജൻ ഡോസ് ക്ലോസ് ടു LD50 ഈസ് കൺസിഡേർഡ് ഒപ്റ്റിമം ബൈ മെനി വർക്കേഴ്സ്. LD50 എന്ന് പറയുന്ന ആ ഒരു ലെവലിലുള്ള ഡോസായിരിക്കും മ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ വർക്കേഴ്സും യൂസ് ചെയ്യുന്നത്. LD50 എന്ന് പറയുന്നത് ലീതൽ ഡോസ് 50 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡോസ് ഓഫ് മ്യൂട്ടേഷൻ ദാറ്റ് കിൽസ് 50% ഓഫ് ദി ട്രീറ്റ് മെറ്റീരിയൽ. അതായത് നമ്മൾ 100 സീഡുകൾ എടുത്തു, ആ 100 സീഡിൽ മ്യൂട്ടേഷൻ കൊടുത്തു, ഇങ്ങനെ എന്തെങ്കിലും കെമിക്കൽ മ്യൂട്ടേഷനെ കൊടുത്തു, അതിൽ 50% ട്രീറ്റഡ് മെറ്റീരിയലും കില്ല് ചെയ്യപ്പെട്ടു, ബാക്കി 50 ഓൾട്രേഷൻ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഡോസിനെയാണ് LD50 എന്ന് പറയുന്നത്. എ ഡോസ് ഓഫ് മ്യൂട്ടേജൻ ദാറ്റ് കിൽസ് 50% ഓഫ് ദി ട്രീറ്റഡ് മെറ്റീരിയൽ. നോർമലി ഈ ഒരു LD50 ഡോസാണ് ഈ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിന് യൂസ് ചെയ്യാറുള്ളത്. ദ LD50 ഡോസ് ഓഫ് ദി സെയിം മ്യൂട്ടേജൻ ഡിഫേഴ്സ് ഫ്രം വൺ സ്പീഷീസ് ട്രീറ്റ്മെൻറ്റ് ടു അനദർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി റേഡിയേഷൻ ഓഫ് മ്യൂട്ടാജൻസ്. അതായത് ഈ ഒരു LD50 വാല്യൂ എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സ്പീഷീസിന് ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി റേഡിയേഷൻ കൊടുത്താൽ അവരുടെ ഹാഫ് ഓഫ് ദി മെറ്റീരിയലും കില്ല് ചെയ്യപ്പെടും. പക്ഷേ ആ ഒരു വാല്യൂ വേറൊരു സ്പീഷീസിന് ഡിഫറെൻ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി റേഡിയേഷൻസ്. Then the duration of treatment depends intensity, the radiation or the concentration of chemical mutation. ഓക്കെ, അതായത് നമ്മളുടെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ഒരു മ്യൂട്ടാജിൻ്റെ
ഡോസ്, കെമിക്കൽസ് ആണെങ്കിൽ മ്യൂട്ടേജൻ്റെ കോൺസെൻട്രേഷന് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി, ഇപ്പം എക്സ്റേ ഗാമാറേ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ആ എക്സ്റേയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ പറയാം. ഹൈ ഇൻറ്റൻസിറ്റിയിൽ വരികയാണെങ്കിൽ ലോ ഡ്യൂറേഷൻ മാത്രമേ ഈ മ്യൂട്ടേഷൻ ഉണ്ടാവൂ. ഓക്കെ, ദെൻ സീഡ് ഷുഡ് ബി വാട്ടർ സോക്ക്ഡ് ബിഫോർ ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മൾ സീഡിനാണ് മ്യൂട്ടേഷൻ കൊടുക്കുന്നത് വെച്ചാൽ അവരാദ്യം നന്നായി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ മ്യൂട്ടേജനെ അതിലോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ദ ട്രീറ്റഡ് സീഡ് ഓർ കട്ടിങ്സ് ആർ പ്ലാന്റഡ് ഇമ്മീഡിയറ്റ്ലി. എപ്പം നമ്മളിങ്ങനെ ഒരു പ്രീ സോക്ഡ് ആയിട്ടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച സീഡ്സിനെ എടുത്ത് മ്യൂട്ടേഷൻ കൊടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വയബിൾ ആയിട്ടുള്ള എല്ലാം പ്ലാന്റ് ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട്. Then plants obtained from treated seeds or cuttings are called mutated plants or M plants. ഇങ്ങനെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സീഡിൽ നിന്നുണ്ടാവുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ M plants അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്.